ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും കടാക്ഷവും വേഗത്തിൽ ലഭിക്കാൻ ഭക്തിയും സമർപ്പണവുമാണ് പ്രധാനം. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയും ചിട്ടയായുള്ള അനുഷ്ഠാനങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. അചഞ്ചലമായ ഭക്തിയും വിശ്വാസവുമാണ് പ്രധാനം. ഗുരുവായൂരപ്പൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹമാണെന്നും ആഴത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. മനസ്സിൽ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നത് ഭക്തി വർദ്ധിപ്പിക്കും. ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നത് പെട്ടെന്നുള്ള അനുഗ്രഹം നേടാൻ സഹായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം നിരന്തരം ജപിക്കുന്നത് ഗുരുവായൂരപ്പന്റെ കടാക്ഷം നേടാൻ ഉത്തമമാണ്. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ എന്ന മന്ത്രവും നിത്യേന ജപിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മറ്റു കൃഷ്ണ മന്ത്രങ്ങളും ജപിക്കാം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ സ്തുതിച്ച് രചിച്ച നാരായണീയം പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരിട്ട് പോയി ഭഗവാനെ ദർശിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. രാവിലെ നിർമ്മാല്യം, അഭിഷേകം, പന്തീരടി പൂജ, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ തുടങ്ങിയ സമയങ്ങളിൽ ദർശനം നടത്തുന്നത് പുണ്യകരമാണ്. ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് കൂടുതൽ വിശേഷകരമാണ്. ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട വഴിപാടായ നെയ്യ് വിളക്ക് വഴിപാട് ഷീട്ടാക്കി ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. ഗുരുവായൂരപ്പന് മഞ്ഞൾക്കുറി സമർപ്പിക്കുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ്. ഭഗവാന് പ്രിയപ്പെട്ട നിവേദ്യമാണ് പാൽപായസം വഴിപാട് നടത്തുക. ത്രിമധുരം, കദളിപ്പഴം, അവൽ നിവേദ്യം എന്നിവയും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. മഞ്ഞാടിക്കുരു ഭഗവാന് സമർപ്പിക്കുന്നത് വിനയത്തെയും ഭക്തിയെയും സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് കൃഷ്ണനാട്ടം. ഏകാദശി ദിനത്തിൽ വ്രതമെടുക്കുകയും വിഷ്ണുസ്തുതികൾ ജപിക്കുകയും ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കും. അഹങ്കാരമില്ലാതെ കളങ്കമില്ലാത്ത മനസ്സോടെ ഭഗവാനെ സമീപിക്കുക. പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ഭക്തിയെ ഗുരുവായൂരപ്പൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന് നിരവധി ഐതിഹ്യങ്ങൾ ഉദാഹരണമാണ്. സാധുക്കൾക്കും ആവശ്യക്കാർക്കും അന്നദാനവും മറ്റ് സഹായങ്ങളും നൽകുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഒരു സത്കർമ്മമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെയും പൂർണ്ണ ഭക്തിയോടെയും അനുഷ്ഠിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും കടാക്ഷവും നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുമെന്നാണ് വിശ്വാസം.